ഹലോ വെൽക്കം ബാക്ക് ടു കുക്ക് വിത്ത് റിനി. ഇന്നത്തെ റെസിപ്പി ബ്രെഡ് പിസ്സ കപ്സ് ആണ്. ഈസി ആയിട്ട് വളരെ കുറഞ്ഞ സമയം കൊണ്ട് തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്നാക്കാണിത്. നമുക്ക് കുട്ടികൾക്കൊക്കെ സ്നാക്കായിട്ട് ടിഫിൻ ബോക്സിലൊക്കെ കൊടുത്തു വിടാൻ പറ്റുന്നതുമാണ്. കുറച്ച് സമയം മാത്രം മതി ഇത് തയ്യാറാക്കി എടുക്കാനായിട്ട്. ഒപ്പം ഇതിന് വലിയ കുക്കിങ്ങിൻ്റെ ഒന്നും ആവശ്യമില്ല. പ്രിപ്പറേഷനാണെന്ന് പറഞ്ഞാലും വളരെ എളുപ്പമാണ്. അപ്പം ഞാൻ ഈ വീഡിയോയിൽ രണ്ട് രീതിയിൽ ഇത് തയ്യാറാക്കുന്നത് കാണിക്കുന്നുണ്ട്. ഒന്ന് ഓവൻ ഉപയോഗിച്ചിട്ടാണ് ചെയ്യുന്നത്, രണ്ടാമത് നമ്മൾ സ്റ്റൗ ടോപ്പിൽ ഉണ്ണിയപ്പ ചട്ടിയിലാണ് തയ്യാറാക്കുന്നത്. അപ്പോൾ ഈ ഈസി ആൻഡ് ടേസ്റ്റി ബ്രെഡ് പിസ്സ കപ്സ് തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ആദ്യം തന്നെ നമുക്ക് ഈ പിസ്സ കപ്സിനകത്ത് വെക്കാനുള്ള ഒരു ഫില്ലിങ് തയ്യാറാക്കി എടുക്കണം. അപ്പോൾ ഈ ഫില്ലിങ് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് എങ്ങനെ വേണമെങ്കിലും ചെയ്യാം കേട്ടോ. ഞാനിവിടെ എടുത്തിരിക്കുന്നത് കുറച്ച് വെജിറ്റബിൾസ് മാത്രമാണ്. അതായത് ക്യാപ്സിക്കം 2 കളറിലുള്ളത്, ഗ്രീൻ ക്യാപ്സിക്കം, റെഡ് ക്യാപ്സിക്കം രണ്ടും ചെറുതായിട്ട് ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ സവോള ചെറുതായിട്ട് ചോപ്പ് ചെയ്തത്, പിന്നെ കുറച്ച് ഒലിവ്സ്, ഇത്ര മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ. ഇതെല്ലാം ഏകദേശം 2 ടേബിൾ സ്പൂൺ ആണ് ഉള്ളത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിലേക്ക് കോണ്, അതുപോലെ മഷ്റൂം, പിന്നെ ചിക്കൻ, പനീർ ഇതൊക്കെ ചേർക്കാവുന്നതാണ്. അപ്പോൾ ഇതിനുള്ളിലേക്ക് വെക്കുന്ന ഫില്ലിങ് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ടുള്ള ചേഞ്ചസ് ഒക്കെ വരുത്താം കേട്ടോ. ഇനി നമുക്കിതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ഞാനൊരു ബൗൾ എടുത്തിട്ട് അതിലേക്ക് ഈ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോളയും ക്യാപ്സിക്കം കൂടെ ചേർത്ത് കൊടുക്കുവാണ്. ഒലിവ്സ് ഞാനിപ്പോൾ ചേർക്കുന്നില്ല, ചീസൊക്കെ വെച്ചിട്ട് അതിൻ്റെ മേലെ ഒന്ന് ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ചേർത്തിരിക്കുന്നത് ഒരല്പം ഉപ്പാണ്. പിന്നെ ഇത് ഒറിഗാനോ ആണ്. അപ്പോൾ 1 ടീസ്പൂൺ ഒറിഗാനോ ആണ് ഞാനിതിലേക്ക് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഒറിഗാനോയ്ക്ക് പകരം മിക്സ് ഇറ്റാലിയൻ ഹെർബ്സ് ചേർത്ത് കൊടുത്താലും മതി കേട്ടോ. പിന്നെ ചേർക്കുന്നത് 1 ടീസ്പൂണോളം ചതച്ച മുളകാണ്. അതിൻ്റെ ക്വാണ്ടിറ്റി നമ്മുടെ എരിവിനനുസരിച്ചിട്ടൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക. ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ഒരല്പം ചീസും കൂടെ ഇട്ട് കൊടുക്കാം. ഏകദേശം ഒരു 1.5 ടേബിൾ സ്പൂണോളം ചീസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് നിർബന്ധമൊന്നുമില്ല, കാരണം നമ്മൾ വീണ്ടും ഇതിൻ്റെ മുകളിൽ കുറച്ചുകൂടെ ചീസ് ഇട്ട് കൊടുക്കാനുള്ളതാണ്. അപ്പം ഇഷ്ടമുണ്ടെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ ഈ സമയത്ത്. ഇനി നമുക്ക് ഇതിന് വേണ്ടിയിട്ടുള്ള ബ്രെഡൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കണം. ഞാനിവിടെ 9 സ്ലൈസ് ബ്രെഡാണ് എടുത്തിരിക്കുന്നത്. ഇനി ഇതൊരു റൗണ്ട് ഷേപ്പിൽ നമുക്ക് കട്ട് ചെയ്തെടുക്കണം. അപ്പം ഞാനിവിടെ ഒരു ഗ്ലാസ് ഉപയോഗിച്ചിട്ടാണ് കട്ട് ചെയ്തെടുക്കുന്നത്. കുക്കി കട്ടറൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതെടുത്താലും മതി. ഇനി ഇത് നമുക്കൊന്ന് പരത്തിയെടുക്കണം. അപ്പോൾ നമ്മൾ ചപ്പാത്തിയൊക്കെ പരത്തുന്ന റോളിംഗ് പിൻ ഉപയോഗിച്ചിട്ട് ഒന്ന് പരത്തിയെടുത്താൽ മതി. പിന്നെ ബ്രെഡ് എടുക്കുമ്പോൾ ഒത്തിരി സോഫ്റ്റ് ആയിട്ടുള്ള ബ്രെഡ് എടുക്കരുത് കേട്ടോ. ഒത്തിരി സോഫ്റ്റ് ആയിട്ടുള്ള ബ്രെഡ് ആണെന്നുണ്ടെങ്കിൽ നമ്മളിങ്ങനെ പരത്തിയെടുക്കുമ്പോൾ അതങ്ങ് പൊട്ടിപ്പോകും. അപ്പോൾ ഇങ്ങനെ തന്നെ നമുക്ക് ബാക്കിയുള്ള 8 സ്ലൈസ് ബ്രെഡും ഒന്ന് പരത്തിയെടുക്കാം. ഇനി ഈ ബ്രെഡും ഫില്ലിങ്ങും എല്ലാം കൂടെ നമുക്കൊന്ന് സെറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ആദ്യം ഓവൻ ഉപയോഗിച്ചിട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതുപോലത്തെ ഒരു ബേക്കിംഗ് ട്രേ ആണ് എടുത്തിരിക്കുന്നത്. നമ്മൾ കപ്പ് കേക്കും മഫിൻസും ഒക്കെ തയ്യാറാക്കുന്ന ബേക്കിംഗ് ട്രേ ഉണ്ടല്ലോ, അതാണ് എടുക്കേണ്ടത്. അതിലേക്ക് നമുക്ക് ബട്ടർ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതുപോലത്തെ ബേക്കിംഗ് ട്രേ ഇല്ലെങ്കിൽ നമ്മൾ പുഡിംഗ് ഒക്കെ ബേക്ക് ചെയ്തെടുക്കുന്ന മോൾഡ്സ് ഉണ്ടല്ലോ ചെറിയത്, അതിനകത്ത് വെച്ചാലും മതി. ഇപ്പോൾ ഞാൻ എല്ലായിടത്തേക്കും ബട്ടർ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ റോൾ ചെയ്ത് വെച്ചിരിക്കുന്ന ബ്രെഡിൻ്റെ ഓരോ സ്ലൈസ് എടുത്ത് ഓരോന്നിലേക്കും വെച്ച് കൊടുക്കണം. ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. കണ്ടോ, ഇപ്പോൾ ഒരു കപ്പ് ഷേപ്പിലേക്ക് വന്നു. ഇനി ഈ ഓരോ സ്ലൈസ് ബ്രെഡിലേക്കും നമുക്ക് കുറച്ച് പിസ്സ സോസും കൂടെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ പിസ്സ സോസ് നമുക്ക് വീട്ടിൽ തയ്യാറാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഞാൻ ഇതിന് മുമ്പ് ചിക്കൻ പിസ്സയുടെ വീഡിയോ ചെയ്തപ്പോൾ അതിനകത്ത് ഞാൻ കാണിച്ചിട്ടുണ്ട് പിസ്സ സോസ് തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഐക്കാർഡിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുത്തേക്കാം. അപ്പോൾ കുറച്ച് പിസ്സ സോസ് ഇതുപോലെ ഈ ഓരോ കപ്പിനകത്ത് നമുക്ക് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം.
ഇനി ഈ ഓരോ കപ്പിലേക്ക് നമുക്ക് ഒരല്പം ഒറിഗാനോയും കൂടെ ഒന്ന് സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കാം. ഒരു നുള്ളു ഒറിഗാനോ ഒക്കെ മതിയാവും. ഇനി ഈ ഓരോ കപ്പിലേക്കും നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഫില്ലിങ് വെച്ച് കൊടുക്കാം. കുറച്ച് മാത്രം മതി ഫില്ലിങ്. ഇതിൻ്റെ മുകളിലേക്ക് കുറച്ചുകൂടെ ചീസ് വെച്ച് കൊടുക്കാം. അപ്പോൾ ചീസിൻ്റെ അളവൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യാം കേട്ടോ. ഞാനിവിടെ മൊസറല്ല ചീസാണ് എടുത്തിരിക്കുന്നത്. അതിനുശേഷം അതിൻ്റെ മുകളിലേക്ക് നമ്മൾ ആ മുറിച്ച് വെച്ചിരുന്ന ഒലീവ്സും കൂടെ വെച്ച് കൊടുക്കാം. ഇനി ഇത് നമുക്ക് 180 ഡിഗ്രിയിൽ 10 മിനിറ്റ് പ്രീഹീറ്റ് ചെയ്ത ഓവനിലേക്ക് വെച്ച് കൊടുക്കാം. എന്നിട്ട് 10 മുതൽ 15 മിനിറ്റ് വരെ ബേക്ക് ചെയ്തെടുക്കണം. അപ്പോഴത്തേക്കും ആ ചീസൊക്കെ ഒന്ന് മെൽറ്റായി സൈഡൊക്കെ ഒന്ന് ബ്രൗൺ ആയിട്ട് വന്നിട്ടുണ്ടാവും. ഇനി നമുക്ക് സ്റ്റൗ ടോപ്പിൽ ചെയ്യുന്നത് നോക്കാം. അപ്പം നമ്മൾ ഓവനിലേക്ക് വെച്ച ഫില്ലിങ്ങിൽ ബാക്കിയുണ്ടായിരുന്നു. ആ ഫില്ലിങ്ങിലേക്ക് തന്നെ ഞാൻ 1 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസും 1/2 ടേബിൾ സ്പൂൺ മയനൈസും കൂടെ ഒന്ന് ചേർത്ത് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഒരു ഉണ്ണിയപ്പച്ചട്ടി എടുക്കുക. അതിലേക്ക് നമ്മൾ മുമ്പ് ചെയ്ത അതേ പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്യുക. അതായത് ആദ്യം കുറച്ച് ബട്ടർ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ ബ്രെഡ് വെച്ച് കൊടുക്കുക. അതിനുശേഷം പിസ്സ സോസ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ കുറച്ച് ഒറിഗാനോ, അതിൻ്റെ മുകളിലേക്ക് ഫില്ലിങ്, അതിൻ്റെ മുകളിൽ കുറച്ച് ചീസ്, പിന്നെ ഒലിവ്സ്. ഞാനിപ്പോൾ ഇവിടെ 3 സ്ലൈസ് ബ്രെഡ് മാത്രമേ വെച്ച് കൊടുക്കുന്നുള്ളൂ. വേണമെന്നുണ്ടെങ്കിൽ കൂടുതലും വെച്ച് കൊടുക്കാം കേട്ടോ. പിന്നെ ഇതുപോലത്തെ നോൺ സ്റ്റിക്ക് ഉണ്ണിയപ്പച്ചട്ടി ആണെങ്കിൽ അതായിരിക്കും ഏറ്റവും നല്ലത്, ചൂടൊക്കെ ഒന്ന് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇപ്പം ഞാനത് അടുപ്പിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഏറ്റവും ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം കേട്ടോ ഇത് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി ഇതൊന്ന് മൂടി വെച്ച് കൊടുക്കണം. അപ്പോൾ മൂടി വെച്ച് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് നല്ല ടൈറ്റായിട്ട് തന്നെ ഇത് അടച്ചു വെക്കണം കേട്ടോ. അതുപോലെ തന്നെ ഈ അടപ്പിലൊക്കെ ഇങ്ങനത്തെ ഹോൾസ് ഉണ്ടെന്നുണ്ടെങ്കിൽ വല്ല ടിഷ്യൂ പേപ്പറോ വല്ല വെച്ച് അതും ഒന്ന് അടച്ചു കൊടുക്കണം, ആവി പുറത്തേക്ക് പോകാത്ത രീതിയിൽ. ഇനി ഈ ചീസൊക്കെ ഒന്ന് മെൽറ്റായി സൈഡൊക്കെ ഒന്ന് ബ്രൗണായി വരുന്നതാണ് അതിൻ്റെ ആ ഒരു പാകം. അതുവരെ ഇത് ലോ ഫ്ലെയിമിൽ ഇരിക്കട്ടെ. ഇപ്പോൾ ചീസൊക്കെ മെൽറ്റായി സൈഡൊക്കെ ഒന്ന് ബ്രൗണായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് തീ ഓഫ് ചെയ്തിട്ട് ഇത് പുറത്തേക്ക് എടുക്കാം. അപ്പം ഞാൻ ഒരെണ്ണം ഒന്ന് എടുത്ത് കാണിച്ചു തരാം. കണ്ടോ, സൈഡൊക്കെ നല്ല ബ്രൗണായി കുറച്ചൊന്ന് ക്രിസ്പിയായി വന്നിട്ടുണ്ട്. അകത്ത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഫില്ലിങ്ങും. നല്ല ചൂടാണ് ഇപ്പോഴും. ഓവനിൽ വെച്ചതും റെഡിയായിട്ട് വന്നിട്ടുണ്ട്. ഓവനിൽ വെച്ചത് കുറച്ച് സമയം ഒന്ന് കൂടുതൽ ഇരുന്ന് പോയി, അതുകൊണ്ടാണ് ആ ചീസ് ബ്രൗൺ കളറിലിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും മറക്കാതെ ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാകും. കുട്ടികൾക്ക് മാത്രമല്ല കേട്ടോ, മുതിർന്നവർക്കും ഇഷ്ടമാകുന്ന ടേസ്റ്റ് തന്നെയാണ്. അപ്പം വല്ലപ്പോഴൊക്കെ ഒരു വെറൈറ്റിക്ക് വേണ്ടിയിട്ട് നമുക്കും ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. വളരെ ഈസിയാണ് തയ്യാറാക്കാൻ വേണ്ടിയിട്ടും. പിന്നെ ഇതിൻ്റെ ഫില്ലിംഗ് ഒക്കെ നമുക്ക് പല വെറൈറ്റിയിൽ ട്രൈ ചെയ്യാവുന്നതാണ്. പിസ്സ തന്നെ നമുക്കറിയാം, ഒരുപാട് ടൈപ്പിലുള്ള പിസ്സ ഉണ്ടല്ലേ. ചിക്കൻ ടിക്ക പിസ്സ, അല്ലെങ്കിൽ മഷ്റൂം പിസ്സ, അങ്ങനെ പല വെറൈറ്റീസിൽ പിസ്സ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ ഈ ഫില്ലിങ്ങിലും നമുക്ക് പല വെറൈറ്റീസ് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. ഓവൻ ഇല്ലാത്തവർക്ക് വേറൊരു രീതിയിലും ഇത് തയ്യാറാക്കി എടുക്കാവുന്നതാണ്. അതായത് നമ്മൾ സ്റ്റൗ ടോപ്പിൽ തന്നെ ബേക്ക് ചെയ്യുന്ന കേക്കൊക്കെ ബേക്ക് ചെയ്യുന്ന രീതി ഉണ്ടല്ലോ, അങ്ങനെ വേണമെങ്കിലും ഇത് ചെയ്തെടുക്കാം. അപ്പോൾ അത് ഞാൻ ഇതിനു മുമ്പ് പല വീഡിയോസിലും കാണിച്ചിട്ടുണ്ട്. ഈ വീഡിയോയുടെ തൊട്ട് മുമ്പ് ഇട്ടിരിക്കുന്ന റെഡ് വെൽവെറ്റ് കപ്പ് കേക്കിൻ്റെ വീഡിയോയിലും ഓവൻ ഇല്ലാതെ ബേക്ക് ചെയ്യുന്ന രീതി കാണിക്കുന്നുണ്ട്. അപ്പോൾ താല്പര്യമുള്ളവർ അതും ഒന്ന് കണ്ടു നോക്കൂ കേട്ടോ. ഞാൻ അതിൻ്റെ ലിങ്കും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ ഇത് നിങ്ങളുടെ ഫ്രണ്ട്സും റിലേറ്റീവ്സും ഒക്കെ ആയിട്ട് ഷെയർ ചെയ്യണം. ഒപ്പം ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. പിന്നെ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്സ് ഒക്കെ എന്നെ കമൻസായിട്ടും മെയിൽസായിട്ടും അറിയിക്കാം കേട്ടോ. മെയിൽ ID ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഈ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അടുത്തുള്ള ബെൽ ഐക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്തേക്കണം. ഒപ്പം ഓൾ എന്നൊരു ഓപ്ഷനും കൂടെ ഉണ്ട്, അതും കൂടെ ഒന്ന് എനേബിൾ ചെയ്യണം. എന്നാലേ ഉള്ളൂ ഞാൻ പുതിയ റെസിപ്പീസ് അപ്ലോഡ് ചെയ്യുമ്പം അതിൻ്റെ എല്ലാ നോട്ടിഫിക്കേഷൻസും നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. വീണ്ടും ഇതുപോലെയുള്ള നല്ല നല്ല വെറൈറ്റി റെസിപ്പീസുമായിട്ട് വരാം. അതുവരെ ബൈ ബൈ, ടേക്ക് കെയർ.